നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ദുരനുഭവമാണ് ഇപ്പോൾ വീണ ജോർജിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാതിരിക്കുക എന്നുള്ളത്. ശരിയാണ്, വിദേശകാര്യം സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ല, അത് കേന്ദ്ര സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ നോക്കൂ, 40 ലക്ഷം വരുന്ന കുവൈറ്റി പോപ്പുലേഷനിൽ നിർണായകമായ പങ്ക് അല്ലെങ്കിൽ നിർണായകമായ അളവിൽ മലയാളി കോൺസെൻട്രേഷനുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു വിഭാഗത്തിൽ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ട്, പ്രത്യേകിച്ച് നോർക്ക, ഇപ്പോൾ നമ്മളറിയാലോ, നമ്മുടെ ഒരു വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് നോർക്ക എന്ന് പറയുന്നത്. അവരുടെ ക്ഷേമം പരിശോധിക്കാനുള്ള ഒരു ഏർപ്പാടാണ് നോർക്ക. മറ്റൊരു സംസ്ഥാനത്തിനും നോർക്ക ഇല്ലല്ലോ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സംവിധാനം ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വിദേശകാര്യ മന്ത്രാലയം പോരാ, പ്രവാസികാര്യ മന്ത്രാലയം പോരാ, അതിനപ്പുറത്തേക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഔട്ട്റീച്ച് ഉണ്ടാകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോർക്ക രൂപീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ മലയാളി പോപ്പുലേഷനുള്ള ഒരിടത്ത് ഒരു വലിയ ദുരന്തം സംഭവിച്ചാൽ, നോക്കൂ, ഇങ്ങനെ കുവൈറ്റിലൊരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത് 2009 57 പേര്, ഒരു കുവൈറ്റി വനിത ഒരു വിവാഹ ടെൻറ്റിന് തീവെച്ചതാണ്. അതായത് അവരുടെ ഭർത്താവ് രണ്ടാം വിവാഹിതരാവുന്നു എന്ന് കണ്ട് അതിന് ആ ടെൻറ്റിന് തീവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മളൊരു ദുരന്തം കണ്ടിട്ടുള്ളത് എന്താണ്? ഈ കുവൈറ്റിലേക്കുള്ള ഇറാഖിൻ്റെ അധിനിവേശമാണ്. അപ്പോൾ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങളിൽ നമ്മുടെ ഒരു കയ്യൊപ്പ്, നമ്മുടെ ഒരു കരസ്പർശം യഥാർത്ഥത്തിൽ വേണ്ടതായിരുന്നു. അതിനൊരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അവിടെ ഇന്ന് രാവിലെ തന്നെ എത്തി, അല്ലേ? ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ അതിനോടൊപ്പം നമ്മുടെ സമൂഹത്തിനെ കൂടി പരിഗണിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുവാൻ വേണ്ടിയിട്ടാണ് വീണ ജോർജിനെ അവിടെ അയച്ചിട്ടുള്ളത്. അത് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആയി. മാത്രമല്ല, കുവൈറ്റി ഭരണകൂടം വളരെ അനുഭാവപൂർവ്വമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അവിടെ ചികിത്സയിൽ ഉള്ളവർക്ക് അവിടെയുള്ള ചികിത്സയാണോ ഗുണകരമാവുക? ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കൊച്ചിയിലൊക്കെയാണ് കൂടുതൽ അറബ് വംശജരായ ആളുകൾ ചികിത്സ തേടിയെത്തുന്നത്. അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ അവിടെ തന്നെ കൂടുതൽ പേരെ ചികിത്സിപ്പിക്കേണ്ടതുണ്ടോ, അതോ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ വീണ ജോർജ് അവിടെ ചെന്നിരുന്നെങ്കിൽ ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ പരിശോധന നടത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അതിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തത് വളരെ ഒരു ദുരനുഭവമായി, ഈ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ദുരനുഭവമായി നമുക്ക് കാണാവുന്നതാണ് എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം, 196 തൊഴിലാളികളാണ് വളരെ മോശപ്പെട്ട കണ്ടീഷനിൽ താമസിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇന്നിപ്പോൾ റോയിട്ടേഴ്സിനോട് കുവൈറ്റി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സവാൻ പറഞ്ഞിട്ടുള്ളത് ഈ പ്രോപ്പർട്ടി ഓണറിൻ്റെ ഒരു ഗ്രീഡും അതുപോലെ തന്നെ വയലേഷൻസും ആണ് ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണം എന്നുള്ളതാണ്. അതും സ്വാഭാവികമായി പരിശോധിക്കപ്പെടും. എനിക്ക് തോന്നുന്നു വിശാലമായ അർത്ഥത്തിൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വ്യാപകമായ റെയ്ഡെന്ന് മാത്രമല്ല, ഒരു മുറിയിൽ 2 പേരെ മാത്രമേ താമസിപ്പിക്കാൻ പാടുള്ളൂ കുവൈറ്റി നിയമപ്രകാരം. ഇനിയിപ്പോൾ ആ നിലയിലല്ല എങ്കിൽ പ്രവാസികളുടെ താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കൂടുതൽ മലയാളികൾക്ക് ഇനിയിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാറുള്ള ഈ കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിലേക്ക് അങ്ങോട്ട് പോകുന്നവരുടെ എണ്ണം കുറയ്ക്കാനുള്ള, കാരണം ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായ രീതിയിൽ വ്യവസായം നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ചില ഒത്തുതീർപ്പുകൾ എപ്പോഴും വേണ്ടിവരും. അതിനൊക്കെ നിയന്ത്രണം വന്നാൽ അതെങ്ങനെയായിരിക്കും ആ സമസ്യ പരിഹരിക്കപ്പെടുക എന്നുള്ളത് കൂടി ഒരു വിഷയമാണ്. Meet the editors.